നമസ്കാരം, GST5 ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ബിൽ ടു ഷിപ്പ് ടു ഇടപാടുകൾ, കയറ്റുമതി സാഹചര്യങ്ങൾ, API ആഘാതം എന്നിവയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട GST-INF AQ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇ-വേ ബില്ല്, ഇൻവോയ്സ്, IRN സംബന്ധമായ ഫ്ലോകളിൽ ഷിപ്പ് ടു GST-IN എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് നികുതിദായകർ, ട്രാൻസ്പോർട്ടർമാർ, ERP വെണ്ടർമാർ, GST സുവിധാ പ്രൊവൈഡർമാർ, ASPകൾ, പ്രൈവറ്റ് IRPകൾ, സിസ്റ്റം ഇന്റഗ്രേറ്റർമാർ എന്നിവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായി GSTN വിശദമായ FAQകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലിക്കേണ്ട നിയമപരമായ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോ GST പ്രൊഫഷണലിനും ആവേശകരമായുള്ള കാര്യമുണ്ട്. GST5 ഇന്ത്യ അതിന്റെ ഔദ്യോഗിക AI ഫസ്റ്റ് GST നോളജ് പ്ലാറ്റ്ഫോം ഉടൻ ആരംഭിക്കുന്നു. ഞങ്ങളുടെ ആദ്യകാല ഉപയോക്താക്കളിൽ ഒരാളാകാൻ www.gst5india.com സന്ദർശിച്ച് നിങ്ങളുടെ Gmail ഉപയോഗിച്ച് ഇന്ന് തന്നെ വിഷ് ലിസ്റ്റിൽ ചേരുക. ആക്ടുകൾ, റൂളുകൾ, നോട്ടിഫിക്കേഷനുകൾ, സർക്കുലറുകൾ, കോടതി വിധികൾ, AI അധിഷ്ഠിത GST സെർച്ച് എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ GST ലൈബ്രറി തികച്ചും പുതിയ രീതിയിൽ നിങ്ങൾക്ക് നൽകുന്നതിനാണ് ഈ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. FAQ പ്രകാരമുള്ള പ്രധാന മാറ്റം ബിൽ ടു ഷിപ്പ് ടു കോമ്പിനേഷൻ ഇടപാടുകളിൽ ഷിപ്പ് ടു പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇടങ്ങളിലെല്ലാം ഷിപ്പ് ടു GST-IN ആവശ്യമാണ് എന്നതാണ്. GST-IN ലഭ്യമല്ലാത്തയിടത്ത് ബാധകമായ ഇടങ്ങളിലെല്ലാം URP എന്ന മൂല്യം നൽകാവുന്നതാണ്. പുതുക്കിയ നടപ്പിലാക്കൽ തീയതി ഓഗസ്റ്റ് 1, 2026 ആണ്. പ്രസക്തമായ മാറ്റങ്ങൾ പരിശോധനയ്ക്കായി സാൻഡ്ബോക്സിൽ ഇതിനകം പുറത്തിറക്കിയിട്ടുണ്ട്. 4 പ്രധാന ഇടപാട് തരങ്ങളെക്കുറിച്ച് GSTN വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് റെഗുലർ ട്രാൻസാക്ഷൻ. ഒരു റെഗുലർ ട്രാൻസാക്ഷനിൽ ഇൻവോയ്സ് വാങ്ങുന്നയാൾക്ക് നൽകുന്നു, കൂടാതെ സാധനങ്ങൾ വിതരണക്കാരനിൽ നിന്ന് നേരിട്ട് അതേ വാങ്ങുന്നയാളിലേക്ക് എത്തുന്നു. ഈ സാഹചര്യത്തിൽ ഷിപ്പ് ടു GST-IN ബാധകമല്ല. രണ്ടാമത്തേത് ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻ. ഇവിടെ വിതരണക്കാരൻ വാങ്ങുന്നയാൾക്ക് ബില്ല് നൽകുന്നു, എന്നാൽ വാങ്ങുന്നയാളുടെ നിർദ്ദേശപ്രകാരം സാധനങ്ങൾ ഒരു മൂന്നാം കക്ഷിക്ക് അയക്കുന്നു. ഈ സാഹചര്യത്തിൽ ഷിപ്പ് ടു പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിപ്പ് ടു GST-IN നിർബന്ധമാണ്. പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ URP നൽകാവുന്നതാണ്. മൂന്നാമത്തേത് ബിൽ ഫ്രം അല്ലെങ്കിൽ ഡിസ്പാച്ച് ഫ്രം ട്രാൻസാക്ഷൻ. ഇവിടെ വിതരണക്കാരൻ വാങ്ങുന്നയാൾക്ക് ബില്ല് നൽകുന്നു, എന്നാൽ സാധനങ്ങൾ ഒരു മൂന്നാം കക്ഷി സ്ഥലത്ത് നിന്ന് അതേ വാങ്ങുന്നയാളിലേക്ക് അയക്കുന്നു. ഈ സാഹചര്യത്തിൽ ഷിപ്പ് ടു GST-IN ആവശ്യമില്ല, കാരണം ഡെലിവറി ബിൽ ടു പാർട്ടിക്ക് തന്നെയാണ് നൽകുന്നത്. നാലാമത്തത് കോമ്പിനേഷൻ ട്രാൻസാക്ഷൻ. ഇവിടെ വാങ്ങുന്നയാളുടെ നിർദ്ദേശപ്രകാരം സാധനങ്ങൾ ഒരു മൂന്നാം കക്ഷിയിൽ നിന്ന് അയക്കുകയും മറ്റൊരു പാർട്ടിക്ക് നൽകുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഷിപ്പ് ടു പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിപ്പ് ടു GST-IN നിർബന്ധമാണ്. GST-IN ലഭ്യമല്ലാത്തയിടത്ത് URP നൽകാവുന്നതാണ്. ബിൽ ടു ഷിപ്പ് ടു ഇടപാടുകളിൽ ബിൽ ടു GST-യും ഷിപ്പ് ടു GST-യും ഒന്നായിരിക്കരുതെന്നും GSTN വ്യക്തമാക്കിയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങുന്നയാളുടെ സ്വന്തം വെയർഹൌസിലേക്കോ അല്ലെങ്കിൽ ബിസിനസിന്റെ മറ്റു സ്ഥലങ്ങളിലേക്കോ ആണ് എത്തിക്കുന്നതെങ്കിൽ അതിനെ ഒരു ബിൽ ടു ഷിപ്പ് ടു ഇടപാടായി കണക്കാക്കരുത്. യഥാർത്ഥ ഡെലിവറി അഡ്രസ് നൽകി ഇതൊരു സാധാരണ സപ്ലൈ ഇടപാടായി രേഖപ്പെടുത്തണം. വ്യാപാര മേഖലയെന്നുള്ള പ്രധാന ആശങ്ക രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. ഷിപ്പ് ടു GST-I ഇൻ-വേ ബില്ല് പ്രിന്റ് ചെയ്യില്ലെന്ന് GST-IN വ്യക്തമാക്കിയിട്ടുണ്ട്. ഗെറ്റ് വേ ബില്ല് APIകൾ വഴി ഇത് പങ്കിടില്ല. നിലവിലുള്ള രീതി അനുസരിച്ച് ഷിപ്പ് ടു അഡ്രസ്സും പിൻകോഡും മാത്രമേ കാണാൻ സാധിക്കൂ. പരിശോധനകൾക്കും നിയമ നടപടികൾക്കുമായി അംഗീകൃത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഷിപ്പ് ടു GST-IN കാണാൻ കഴിയൂ. റോൾ അടിസ്ഥാനത്തിലുള്ള ജനറേഷനായി വാങ്ങുന്നയാൾ നൽകുകയാണെങ്കിൽ സപ്ലയർക്ക് ഷിപ്പ് ടു GST-IN രേഖപ്പെടുത്താമെന്ന് GSTN വ്യക്തമാക്കിയിട്ടുണ്ട്. രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് വാങ്ങുന്നയാൾക്ക് ഷിപ്പ് ടു GST-IN പങ്കിടാൻ താൽപ്പര്യമില്ലെങ്കിൽ അവർക്ക് തന്നെ ഇൻവേർ ഇ-വേ ബില്ലായി ഇത് ജനറേറ്റ് ചെയ്യാം. ആവശ്യമായ വിവരങ്ങൾ നൽകിയ ട്രാൻസ്പോർട്ടർക്കും ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. സാധനങ്ങൾ തുറമുഖം, വിമാനത്താവളർ, ICD, CFS, കസ്റ്റംസ് ഏരിയ, ഫ്രേറ്റ് ഫോർവേഡർ ലൊക്കേഷൻ അല്ലെങ്കിൽ CHA, നിർദ്ദേശിച്ച സ്ഥലം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന എക്സ്പോർട്ട് ബിൽ ടു ഷിപ്പ് ടു കേസുകളിൽ ആഭ്യന്തരമായി രജിസ്റ്റർ ചെയ്ത ഷിപ്പ് ടു GST-IN ബാധകമല്ലാത്തപ്പോൾ URP എന്ന് രേഖപ്പെടുത്താം. URP എന്ന് രേഖപ്പെടുത്തുന്നത് വഴി ഈ ഇടപാട് രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്കുള്ള ആഭ്യന്തര സപ്ലൈയായി മാറില്ലെന്ന് GSTN വ്യക്തമാക്കിയിട്ടുണ്ട്. എക്സ്പോർട്ട് ഇൻവോയ്സ്, ഷിപ്പിംഗ് ബില്ല്, കസ്റ്റംസ് രേഖകൾ, ട്രാൻസ്പോർട്ട് രേഖകൾ, മറ്റ് റെക്കോർഡുകൾ എന്നിവയിൽ നിന്നാണ് കയറ്റുമതിയുടെ സ്വഭാവം തീരുമാനിക്കുന്നത്.
രജിസ്റ്റർ ചെയ്ത ഒരു മർച്ചന്റ് എക്സ്പോർട്ടറുടെ പേരിൽ ബില്ല് ചെയ്യുകയും സാധനങ്ങൾ നേരിട്ട് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ബിൽ ടു GSTIN എന്നത് ആ മർച്ചന്റ് എക്സ്പോർട്ടറുടെ GSTIN ആയിരിക്കും. ഷിപ്പ് ടു ലൊക്കേഷൻ എവിടെയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഷിപ്പ് ടു GSTIN രേഖപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ബാധകമായ ഇടങ്ങളിലെ URP ഉപയോഗിക്കാം. API ആഘാതങ്ങളെക്കുറിച്ചും GSTN വിശദീകരിച്ചിട്ടുണ്ട്. സ്റ്റാൻഡലോൺ ജനറേറ്റ് ഇ-വേ ബില്ല് APIയിൽ ഷിപ്പ് ടു കോമ്പിനേഷൻ ഇടപാടുകളിൽ ഷിപ്പ് ടു GSTIN നിർബന്ധമാണ്. ഷിപ്പ് ടു ട്രേഡ് നെയിം നൽകുന്നത് ഐച്ഛികമാണ്. സാധാരണ ഇടപാടുകളിൽ ഷിപ്പ് ടു GSTIN അയക്കാൻ പാടില്ല. ബിൽ ഫ്രം അല്ലെങ്കിൽ ഡിസ്പാച്ച് ഫ്രം ഇടപാടുകളിൽ ഷിപ്പ് ടു GSTIN അയക്കാൻ പാടില്ല. ഷിപ്പ് ടു കോമ്പിനേഷൻ ഇടപാടുകളിൽ ബിൽ ടു GSTIയും ഷിപ്പ് ടു GSTIയും ഒന്നാകാൻ പാടില്ല. IR എന്നും ഇ-വേ ബില്ലും ഒരുമിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഈ ഇൻവോയ്സ് APIയിൽ ഷിപ്പ് വിവരങ്ങൾ നൽകുകയും ഇ-വേ ബിൽ ആവശ്യമായി വരികയും ചെയ്താൽ ഷിപ്പ് ടു GSTIN നിർബന്ധമാകും. ഷിപ്പ് ഡീറ്റെയിൽസ് GSTIN എന്ന ഫീൽഡ് നിബന്ധനകൾക്ക് വിധേയമായി നിർബന്ധമാകും. IRN API വഴിയുള്ള ഇ-വേ ബില്ലിനായി XP ഷിപ്പ് ഡീറ്റെയിൽസിന് കീഴിൽ GSTIയും ട്രേഡ് നെയിമും ചേർത്തിട്ടുണ്ട്. GSTN നിർബന്ധമാണ്, എന്നാൽ ട്രേഡ് നെയിം ഓപ്ഷണലാണ്. എക്സ്പോർട്ട് ഇ-വേ ബില്ലുകൾക്കായി IRN വഴി ഇ-വേ ബില്ല് തയ്യാറാക്കുമ്പോൾ GSTIN ഉൾപ്പെടെയുള്ള ഷിപ്പ് വിവരങ്ങൾ മാറ്റാം. എന്നാൽ 2B SEZ ഇടപാടുകൾക്ക് IRN തയ്യാറാക്കുമ്പോൾ നൽകിയ ഷിപ്പ് വിവരങ്ങൾ സാധാരണയായി മാറ്റാൻ കഴിയില്ല. URP കേസ് സെൻസിറ്റീവ് അല്ലെന്നും GSTN വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് നികുതിദായകർ ARPM മാസ്റ്റർ ഡേറ്റയും അപ്ഡേറ്റ് ചെയ്യണം. ബാധകമായ ഇടങ്ങളിൽ ഷിപ്പ് ടു GSTN രേഖപ്പെടുത്തണം. തേർഡ് പാർട്ടി ഷിപ്പ് ടു ലൊക്കേഷനുകൾ മാപ്പ് ചെയ്യണം. സാൻഡ് ബോക്സിൽ API ടെസ്റ്റിംഗ് പൂർത്തിയാക്കണം. കൂടാതെ 2026 ഓഗസ്റ്റ് 1 മുമ്പ് ഓപ്പറേഷണൽ ടീമുകളെ സജ്ജമാക്കണം. ഈ GSTN FAQ പ്രധാനമാണ്, കാരണം ഇ-വേ ബില്ല്, ഇൻവോയ്സ്, IRN ഫ്ലോകൾ, എക്സ്പോർട്ട് സാഹചര്യങ്ങൾ എന്നിവയിലുടനീളം ഷിപ്പ് ടു GSTN നടപ്പിലാക്കുന്നതിനായി ബിസിനസ്സുകൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് ഇത് വിശദീകരിക്കുന്നു. ഇത് ലക്ഷ്മി, GSTFly ഇന്ത്യക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നു. വിശ്വസനീയമായ GST വാർത്തകൾ, അറിയിപ്പുകൾ, കോടതി വിധികൾ